പ്ലീസ് കിഡ്മി മദ്രീനോസ്. എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? പ്ലീസ് കിഡ്മി മദ്രീനോസ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന് താമസിക്കുന്നതിന് കാരണം എന്താണ്? പ്ലീസ് കിഡ്മി മദ്രീനോസ്. എന്താണ് കാരണം? ഓക്കെ, കിങ് ഓഫ് സോഡിൻ്റെ എനർജി. നമ്മളുടെ ഓവർ തിങ്കിങ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമായി കാണുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. നമ്മളുടെ കർമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രപഞ്ചവുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിൽ താമസമുണ്ടാകുന്നതിൽ നമ്മുടെ കർമ്മം, നമ്മളുടെ ചിന്തകൾ ഇവിടെ സ്വാധീനിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നമ്മൾ ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. യൂണിവേഴ്സിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ടായിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒരു പെയിൻ സിറ്റുവേഷൻ ആയിരിക്കാം. ആ പെയിൻ സിറ്റുവേഷൻ നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് മറ്റൊരു വേയിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു പെയിൻ സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പം നോർമലായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ പ്രഗ്നൻ്റായി അവളുടെ ആ ഒരു ലൈഫ് പാത്ത് ചേഞ്ച് ആകുകയാണ്. ഓക്കെ, നല്ലൊരു വേദനയിലൂടെ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടി അവളുടെ വഴി മാറുകയാണ്. ഇത്രയും നാൾ ഒരു ഒറ്റ സ്ത്രീ ആയിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടി ആകുന്ന ആ ഒരു എനർജിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ലൈഫിലും ചില വേദനകൾ സംഭവിക്കുന്നുണ്ട്. ആ വേദനകൾ വരുന്നത് മറ്റൊരു വേയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു എനർജി പാസ് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ അതിനെ ഇഗ്നോർ ചെയ്യുന്ന എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ, അത് നമ്മളുടെ ഡെസ്റ്റിനിയിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന നമ്പർ തന്നെയാണോ മൊബൈൽ നമ്പർ? നമ്മുടെ നെഗറ്റീവ് എനർജിയിലാണോ ഈ മൊബൈൽ നമ്പർ ഉള്ളത്? അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള ജോലി, അത് നമ്മളുടെ ഡെസ്റ്റിനിയിലുള്ള ജോലി തന്നെയാണോ? കുട്ടികൾ പഠിക്കുന്നത്, കുട്ടികളെ മുന്നോട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫ് പാത്തുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഓരോന്നും തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ആ ജോലിയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ആ ജോലിയിൽ തുടർന്നു പോകാൻ പറ്റത്തില്ല. സ്ട്രഗിൾ സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം, അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എനിമി ആയിട്ടുള്ള രാജ്യമാണോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾ അന്യ നാട്ടിൽ കിടന്നിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് ഒന്നും ലഭിക്കാത്തതിന് കാരണം